ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നർ കോക്കസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരിൽ 2 പേരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. CPM വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPI വോട്ട് ലഭിച്ചിട്ടുണ്ട്, BJP വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ 8310 വോട്ടുകൾക്ക് എനിക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ തോൽവി മൂലം അദ്ദേഹത്തിന് സ്ഥല ജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ്. ഒരു പ്രീ ഡിഗ്രിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊന്നും മനസ്സിലാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും കണക്കുകളൊക്കെ മനസ്സിലായിട്ടും അദ്ദേഹം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നർ കോക്കസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരിൽ 2 പേരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം കണക്കുകളെ കുറിച്ച് പറയാം. നമുക്ക് കണക്കുകൾ നോക്കാം. സ്വാഭാവികമായും 2016-ലും 2021-ലും ഏകദേശം 12,000-ഓളം വോട്ടുകൾ ഈ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7,000 വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് കാരണം നമുക്ക് അന്വേഷിക്കാം. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BJPയുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത്. അത് ചക്ക അടയാളത്തിലാണ് മത്സരിച്ചിരുന്നത്. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ 1 വർഷം കൊണ്ട് ശ്രീ KB ഗണേഷ് കുമാറിന്റെ വോട്ടിൽ 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അഥവാ ശതമാന കണക്കിൽ നമുക്ക് സംസാരിക്കാം. നമ്മൾ എപ്പോഴും ശതമാന കണക്കിൽ സംസാരിക്കുന്ന എപ്പോഴാണ് 100-ൽ എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ LDFന് ശ്രീ KB ഗണേഷ് കുമാറിന് 2016-ൽ 52% വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം 44%-ആയി കുറയുകയാണ്. അതായത് അദ്ദേഹത്തിന് 10 വർഷം കൊണ്ട് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും BJPക്ക് ഏറ്റവും കൂടുതൽ ഈ 2016 ശേഷം വോട്ട് ലഭിച്ചിട്ടുള്ളത് 2021-ലാണ്. 9% വോട്ട് ലഭിച്ചിരുന്നു. ഇപ്പോൾ 5%-ആയി കുറഞ്ഞിട്ടുണ്ട്. 4%-ന്റെ കുറവ് വന്നിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം BJPയുടെ വോട്ട് കുറവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയേണ്ടത് തന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15,000 വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് പറയണ്ടേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8% വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ടേ. എന്നാൽ നോക്കൂ, UDFനെ കുറിച്ച് നോക്കൂ.